അപ്പോൾ നമുക്കുള്ള ആശങ്ക എന്താണെന്ന് വെച്ചാൽ വ്യാപാരി വ്യവസായി സമിതിയിൽ നിലയ്ക്ക് കാലങ്ങളായി ഞങ്ങൾ നിൽക്കുന്നത് മോരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം, ഈ 2 പട്ടണങ്ങളെ രക്ഷിക്കണം, കച്ചവടക്കാരെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. പക്ഷേ അത് വഴിതെറ്റിപ്പോകുമോ എന്ന് വലിയ ഒരാശങ്കയിലാണ്. ഏറ്റവും വലിയ പണം 650 കോടി ചെലവ് വരും, മറ്റേതിനാണെങ്കിൽ 200 വരും എന്നുള്ള അതൊക്കെ വെറുതെ തെറ്റായ ഒരു പഠനമാണ്. നിലവിൽ നമ്മുടെ ഓരാടമ്പലം മാനത്തുമംഗലം ബൈപ്പാസിന് ഏകദേശം ഗവൺമെൻറ് 10 കോടി രൂപ അനുവദിച്ചതാണ്. നമ്മുടെ MLAയുടെ ശ്രമഫലവും കൂടി ആയിട്ടാണ് അത് കിട്ടിയത്. അതിനെ അഭിനന്ദിക്കാതെ വയ്യ. പക്ഷേ ഈ 2 ദിവസമായിട്ട് വലിയ ഒരു ആശങ്കയിലാണ്. ഈ മാനത്തുമംഗലം ഓരാടമ്പാലം ബൈപ്പാസ് എന്നുള്ളത് ശാസ്ത്രീയമായി 2 പട്ടണങ്ങളെ രക്ഷപ്പെടുത്താൻ നമ്മൾ കണ്ടെത്തിയ മാർഗ്ഗമാണ്. അത് മുൻ MLA ശശികുമാർ ആയിരുന്നാലും ബാക്കി എല്ലാ ആളുകളും ആ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നതാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഗവൺമെൻറ് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ വന്ന ഗവൺമെൻറ് അതിന് ഏകദേശം 10 കോടി ഉറുപ്പ്യ അനുവദിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മങ്കട MLA പുതിയൊരു ബൈപ്പാസുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന് ഏകദേശം 650 കോടി രൂപ ചിലവ് വരും. അപ്പോൾ ആ രീതിയിൽ വലിയ തോതിലുള്ള ബാധ്യത ഉണ്ടാക്കുക, അപ്പുറത്തു കൂടെ പോയി ചെർപ്പളശ്ശേരി റോഡിലേക്ക് മുട്ടിക്കുന്ന തരത്തിലുള്ള ബൈപ്പാസാണ് പ്രായോഗികമെന്ന് പറഞ്ഞ് നാറ്റ്പാക്കിൻ്റെ പഠനമടക്കം ചെറിയ കുട്ടികളൊക്കെ നിർത്തി അവിടെ നടത്തിയിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ ഞാൻ കണ്ടു. ഞാനതിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു നാറ്റ്പാക്കിൻ്റെ കുട്ടി എന്നോട് ചോദിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതിനെ ഇല്ലാതാക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണുന്ന രീതിയിലുണ്ടായിരുന്നു. നമ്മുടെ മങ്കട MLA മുഖ്യമന്ത്രിയെ കണ്ടു. അപ്പോൾ നമുക്കുള്ള ആശങ്ക എന്താണെന്ന് വെച്ചാൽ വ്യാപാരി വ്യവസായി സമിതിയിൽ നിലയ്ക്ക് കാലങ്ങളായി ഞങ്ങൾ നിൽക്കുന്നത് മോരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം, ഈ 2 പട്ടണങ്ങളെ രക്ഷിക്കണം, കച്ചവടക്കാരെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ പുതിയ MLA വന്ന ഈ സംരംഭത്തെ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷേ അത് വഴിതെറ്റിപ്പോകുമോ എന്ന് വലിയ ഒരാശങ്കയിലാണ്. നിലവിലുള്ള ഗവൺമെൻറ് ഇത്ര വലിയ ഫണ്ട് അനുവദിച്ച് ഒരു പദ്ധതി തീർക്കാൻ വേണ്ടി 2 തരത്തിലുള്ള ഫണ്ട് അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് അത് നഷ്ടപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാവരുത്. വ്യാപാരി വ്യവസായി സമിതികളെ പൂർണ്ണമായി നമ്മൾ പുതിയ ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിൻ്റെ കൂടെയാണ്. ഈ അട്ടിമറി ശ്രമം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി മിനി മേൽപ്പാലത്തെ എതിർത്തത്. അന്ന് ആ മിനി മേൽപ്പാലം വന്നിട്ടില്ലെങ്കിൽ ഇത് എത്രയോ മുമ്പ് ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് വരേണ്ടതായിരുന്നു. ഇപ്പോൾ അത് വരും. അന്ന് അവർ പറഞ്ഞത് ഗവൺമെൻറ് LDF ആണ്, 2 MLAമാർ UDFൻ്റെയാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നൊരു കാരണമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ MLAമാർ അവരുതാണ്, ഗവൺമെൻറ്റും അവരുടേതാണ്. പക്ഷേ എന്നിട്ടും മേൽപ്പാലം വരുന്നില്ല. എന്തുകൊണ്ട്? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വ്യാപാരി വ്യവസായ സമിതി അന്ന് മുതലേ ഈ ഒരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസിന് അനുകൂലമായിരുന്നു. ഇപ്പോൾ അത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ സർവേയുമായി ഏറ്റവും വലിയ പണം 650 കോടി ചെലവ് വരും, മറ്റേതിനാണെങ്കിൽ 200 വരും എന്നുള്ള അതൊക്കെ വെറുതെ തെറ്റായ ഒരു പഠനമാണ്. അത് ശരിയായൊരു വിലയിരുത്തലല്ല. അതുകൊണ്ട് ഈ അട്ടിമറി ശ്രമം ഉപേക്ഷിച്ച് മാനത്തുമംഗലം ഒരാടമ്പാലം ബൈപ്പാസിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് 2 MLAമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമസ്കാരം. ഒരു കോപ്പമില്ല, നിങ്ങൾ അറിഞ്ഞാണോ ഇപ്പം നടക്കുന്നതൊക്കെ? പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? വേറെ പലതും കാണിക്കാൻ വലിയ ഉച്ചിട്ടാ. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എൻ്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എൻ്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ അവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, India's first and largest smartphone institute. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.